മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, കിട്ടാത്തതിൻ്റെ പിറകെ പോയാൽ അത് അകന്നു പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് അനിവാര്യമായത് സമയമാകുമ്പോൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. സ്വന്തമായ നിലപാടുകൾ എടുക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ എല്ലാവർക്കും നമ്മൾ പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ല. ഇന്നലകൾ ഓർമ്മകളായി, നാളെ പ്രതീക്ഷയാണ്. ജീവിതം എന്നത് ഇന്നാണ്. ഭക്തരെ, ചിലർ നിങ്ങളെയും നിങ്ങളുടെ ആത്മാർത്ഥതയെയും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും. എന്നാൽ മറ്റു ചിലർ എത്ര കാലമായാലും നിങ്ങളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് സംശയാലുക്കളായിരിക്കും. മുഖമൂടികൾക്കിടയിലുള്ള മുഖമൂടികൾ തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിജയമാണ്. ഭക്തരെ, അപമാനിച്ചവരെ കൊണ്ട് തന്നെ അഭിമാനം എന്ന് പറയിപ്പിക്കണം. അഹങ്കാരം എന്ന് അടിച്ചമർത്തിയവർക്ക് മുന്നിൽ അതിഗംഭീരമായി തലയുയർത്തി നിൽക്കണം. കൈയോങ്ങി വന്നവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കണം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവും ഇല്ലാത്ത ജീവിതവുമില്ല. ഉള്ളത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക. ഭക്തരെ, നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. ഭക്തരെ, നല്ല നിമിഷങ്ങൾക്കു വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും നല്ലതാക്കി മാറ്റാൻ ശ്രമിക്കുക. അവിടെയാണ് നിങ്ങളുടെ വിജയം. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്തതൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയുന്ന സ്നേഹപ്രകടനങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. ഭക്തരെ, നിങ്ങളെ വേണ്ടാത്തവർക്കു വേണ്ടി ഒരിക്കലും നിങ്ങൾ നശിക്കരുത്. അവർക്ക് മുന്നിൽ ഏറ്റവും മനോഹരമായി തന്നെ ജീവിച്ചു കാണിക്കണം. ഒരു കാര്യത്തിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യുന്നുവോ അത്രത്തോളം ആത്മസംതൃപ്തി അത് നേടിയെടുക്കുമ്പോഴും നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്തിനും ഏതിനും കരഞ്ഞുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ കരയാൻ മാത്രമേ സമയമുണ്ടാകൂ. അതിനാൽ നിങ്ങളുടെ കണ്ണുകൾ തുടച്ച് മുന്നോട്ട് കുതിക്കുക. എന്തിനേയും നേരിടാനായി ഒരു മനസ്സുണ്ടെങ്കിൽ കീഴടങ്ങാൻ തയ്യാറായി ഒരു ലോകം തന്നെ നിങ്ങളുടെ മുന്നിലുണ്ടാകും. ഭക്തരെ, പ്രായത്തിനനുസരിച്ച് പ്രകടിപ്പിക്കേണ്ട പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നിങ്ങളുടെ വിധികർത്താക്കളാകും. ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. അയാളോട് തന്നെ പറയുക. കാരണം ആ തെറ്റു തിരുത്തേണ്ടത് അയാളാണ്, മറ്റുള്ളവരല്ല. ഭക്തരെ, പ്രശ്നങ്ങളില്ലാത്ത ജീവിതം സങ്കല്പം മാത്രമാണ്. പ്രശ്നങ്ങൾക്കിടയിലൂടെ ജീവിക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കാനായി കാത്തിരിക്കരുത്. നിങ്ങൾ സ്വയം വിശ്വസിക്കുക. അതുമാത്രമായിരിക്കും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.